നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ബിഗ് ബോസിൻ്റെ ടോപ്പ് 10 വരാൻ സാധ്യതയുള്ള, അതായത് ഇന്നലെയും ഇന്നുമായി ആക്റ്റീവായിട്ട് നിന്ന് പ്ലേ ചെയ്തതിൽ ടോപ്പ് 10 വരാൻ സാധ്യതയുള്ള പ്ലേയേഴ്സിനെയാണ്. അതിൽ നമുക്ക് ഒന്നാമത് പറയാൻ പറ്റുന്നത് രതീഷിനെയാണ്. മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് എവിടെയും നുഴഞ്ഞു കയറി പ്ലേ ചെയ്യുന്നതിൽ രതീഷിനെ കടത്തി വെട്ടാൻ ഇപ്പം എന്തായാലും ഈ സീസണിൽ ആരുമില്ല. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ നിൽക്കുന്ന രണ്ടാമത് പറയുന്നത് ജാസ്മിനാണ്. ജാസ്മിൻ പിന്നെ അത്യാവശ്യം എല്ലായിടത്തും കയറി സംസാരിക്കുന്നുണ്ട്, പ്ലേ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അതുപോലെ തന്നെ മൂന്നാം സ്ഥാനം നമ്മൾ കൊടുക്കുന്നത് സിജോയ്ക്കാണ്. സിജോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക പ്ലേയിങ് ആണ്. എങ്ങനെ മൈൻഡ് ഗെയിം കളിക്കണമെന്നുള്ളതെല്ലാം സിജോ ചെയ്യുന്നുണ്ട്. അതായത് ആക്റ്റീവാണ്, എല്ലായിടത്തും ഉണ്ട് സിജോ. എല്ലാ കാര്യങ്ങളിലും അതുപോലെ തന്നെ സ്ക്രീൻ പ്ലേസിന് വേണ്ടിയിട്ടായാലും സിജോ പക്കയായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന എതിരാളി എങ്ങനെയാണെന്നുള്ളത് നോക്കിയാണ് സിജോ കളിക്കുന്നത്. നമ്മൾ നാലാം സ്ഥാനം കൊടുക്കുന്നത് ഗബ്രിക്കാണ്. ഗബ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളും തരവും നോക്കി എങ്ങനെ കളിക്കണമെന്നുള്ളത് ഗബ്രി, അതായത് പക്കായിട്ട് ആൾക്കാരെ എല്ലാം ശ്രദ്ധിച്ച് ഫുള്ള് ഒന്ന് നോക്കി ഒതുങ്ങി നിൽക്കാതെ, എന്നാൽ ആക്റ്റീവാണ്, എന്നാൽ കുറച്ച് പുറമോട്ടാണ് എന്നുള്ളതാണ്. ഇന്നലെയൊക്കെ അത്രയൊക്കെ ആക്റ്റീവ് അല്ലായിരുന്നെങ്കിലും ഇന്ന് അത്യാവശ്യം നല്ലതുപോലെ തന്നെ ആക്റ്റീവായിരുന്നു ഗബ്രി. അഞ്ചാം സ്ഥാനത്തേക്ക് വരുമ്പോൾ അർജുൻ ക്യാപ്റ്റൻ ആണെന്നുണ്ടെങ്കിലും അർജുൻ്റേതായ രീതിയിലൊരു പ്ലേ ആണ്. അതായത് സൈഡിൽ നിന്ന് മാറി നിന്ന് ജെന്റിൽമാനായിട്ട് നിന്നിട്ടുള്ളൊരു കളി എല്ലായിടത്തും ഉണ്ട്. ആ ക്യാപ്റ്റൻ്റേതായ സ്ഥാനം പുള്ളി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്യാപ്റ്റനായിട്ട് തന്നെ മുൻപോട്ട് പോകുന്നുണ്ട്, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നുണ്ട്. പക്ഷേ സൈഡിൽ നിന്ന് ഒതുങ്ങി നിന്നിട്ടുള്ള ഒരു ജെന്റിൽമാൻ പ്ലേ ആണ് അർജുൻ നടത്തുന്നത്. ആറാം സ്ഥാനം നമുക്ക് റോക്കിയാണ്. അതുപോലെ റോക്കി എന്നും പറഞ്ഞാൽ പക്ക കണ്ടൻറ്റ് ക്രിയേറ്ററാണ്, ആക്റ്റീവാണ്, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രീരേഖയാണ്. ശ്രീരേഖ അതുപോലെ തന്നെ ഇന്നലെയൊക്കെ നല്ല ആക്റ്റീവായിരുന്നു. പിന്നെ ഇന്ന് ഇച്ചിരി പുറമോട്ടായിരുന്നെങ്കിലും അത്യാവശ്യം നൈസ് ഗെയിം തന്നെയാണ് ശ്രീരേഖയും കളിക്കുന്നത്. പിന്നെ ഉള്ളത് മുടിയനാണ്. ഋഷി അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. എന്തായാലും അവസാനം നല്ല ഫാൻ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് ഋഷിക്ക്. അപ്പം അതിൻ്റേതായ രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഋഷിക്ക് മുന്നിലേക്ക് ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഒൻപതാം സ്ഥാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അതുപോലെ നോറ കയറി വരും, എന്നാൽ പക്ക ആക്റ്റീവാണ്, എന്നാൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്നത് നോറയാണ്. പത്താം സ്ഥാനം ഒതുങ്ങി നിന്ന് നൈസായിട്ട് കളിച്ച് കയറി വരാൻ സാധ്യതയുള്ള ഒരാളാണ് ശ്രീതു. ആക്റ്റീവ് അല്ല, എന്നാൽ എല്ലാവരെയും നല്ലതുപോലെ ശ്രദ്ധിച്ച് മൈൻഡ് ഗെയിമായിട്ട് എന്ന് വെച്ചാൽ ആക്റ്റീവ് അല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ വീക്ഷിച്ചിട്ടാണ് ശ്രീതു ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ശ്രീതു മുകളിലേക്ക് ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഈ ടോപ്പ് 5 വന്നേക്കുന്നവരുടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും 100% അവർ കളിക്കുന്ന കളി പക്കയാണ്. അവരൊക്കെ എന്തായാലും തീർച്ചയായും മുകളിലേക്ക് നല്ലതുപോലെ തന്നെ ആക്റ്റീവായിട്ട് കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ തുടർന്ന് ഇതുപോലെ വീഡിയോ കാണുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.